പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾ എവിടെ പോകുന്നു എന്ന ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമാണ്. 2024 മാർച്ചിലും ഏപ്രിലും ഏകദേശം 50,000-ഓളം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ അവരുടെ കോളേജുകളിലും സർവകലാശാലകളിലും ഹാജരായില്ലെന്ന് ഇമിഗ്രേഷൻ, റെഫ്യൂജി ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ഇത് ആ കാലയളവിലെ മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ 6.9% വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കാനഡയിലെ സ്റ്റുഡന്റ് വിസ സമ്പ്രദായത്തിലെ ഇമിഗ്രേഷൻ തട്ടിപ്പിനെയും സുരക്ഷാ വീഴ്ചകളെയും കുറിച്ചുള്ള ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ ഈ കുറവ് കൂടുതൽ ആശങ്കാജനകമാണ്. കാനഡയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിഭാഗമായ ഇന്ത്യക്കാർ ഈ പ്രശ്നത്തിൽ വലിയ പങ്കുവഹിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏകദേശം 20,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവർ അഡ്മിഷൻ എടുത്ത സ്ഥാപനങ്ങളിൽ ഹാജരായിട്ടില്ല. ഇതിന് പിന്നാലെ ഇന്ത്യയിലെ ചില കോളേജുകളും നിയമവിരുദ്ധ കുടിയേറ്റ സംഘങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇന്ത്യൻ അധികൃതർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ കാനഡയിലെ പഠനം ഉപേക്ഷിച്ച് US-ലേക്ക് നിയമവിരുദ്ധമായി കടക്കാൻ സ്റ്റഡി പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പിന്നിലെ കാരണങ്ങൾ പലതാണ്. നിയന്ത്രണമില്ലാത്ത ഏജന്റുമാരും ഇടനിലക്കാരും വിദ്യാർത്ഥികളെ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി വഴിതെറ്റിക്കുന്നുവെന്നും ആരോപണങ്ങളുണ്ട്. പെട്ടെന്നുള്ള ജോലി അല്ലെങ്കിൽ സ്ഥിരതാമസത്തിനുള്ള വ്യാജ വാഗ്ദാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കാനഡയിലേക്ക് പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് തുക മുഴുവൻ നൽകേണ്ടതില്ല. ഇതും വിദ്യാർത്ഥികൾ കോളേജുകളിൽ എത്താതിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. ചില വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തേക്കാൾ ജോലിക്കോ കുടിയേറ്റത്തിനോ ആണ് മുൻഗണന നൽകുന്നത്. ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ സാമ്പത്തിക സമ്മർദ്ദവും വേഗം തന്നെ ജോലിയിൽ പ്രവേശിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. പല വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും വിദേശ പഠനത്തിനായി വലിയ തുകയാണ് ചെലവാക്കുന്നത്. പലപ്പോഴും ദീർഘകാല സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിച്ചാണ് വൻതുക ചെലവാക്കി വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് എത്തുന്നത്. ചിലർ സ്ഥിരതാമസത്തിനോ തൊഴിലിനോ വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ പഠനത്തെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതും സ്റ്റഡി പെർമിറ്റ് നിബന്ധനകൾ വിദ്യാർത്ഥികൾ പാലിക്കാതിരിക്കാൻ ഇടയൊരുക്കുന്നുണ്ട്. ഔദ്യോഗിക കണക്കുകളിലെ വ്യത്യാസവും വിവാദത്തിന് ആക്കം കൂട്ടുന്നു. 2024 ഏപ്രിൽ 1 ദശലക്ഷത്തിലധികം സാധുവായ സ്റ്റഡി വിസകൾ ഉണ്ടായിരുന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അതേ കാലയളവിൽ വളരെ കുറഞ്ഞ സജീവ എൻറോൾമെന്റ് മാത്രമാണ് ഇമിഗ്രേഷൻ, റെഫ്യൂജി ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ സൂചിപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിംഗ്, മോണിറ്ററിംഗ് സിസ്റ്റങ്ങളിലെ വിടവുകളാണ് ഈ വ്യത്യാസത്തിന് കാരണം. കാനഡയിലെ സ്റ്റഡി പെർമിറ്റ് പ്രോഗ്രാമിന്റെ വിശ്വാസ്യത പുനഃസ്ഥാപിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും കൂടുതൽ കർശനമായ നിരീക്ഷണ സംവിധാനങ്ങളും ആവശ്യമാണെന്ന് വിദഗ്ധർ ഊന്നി പറയുന്നുണ്ട്. സ്റ്റഡി പെർമിറ്റുകളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാനഡ നേരിടുന്ന സാഹചര്യത്തിൽ പരിഷ്കരണത്തിനായുള്ള ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമെന്ന നിലയിൽ കാനഡയുടെ പ്രശസ്തി നിലനിർത്താൻ സുതാര്യത, ഉത്തരവാദിത്തം, കുടിയേറ്റ നയങ്ങളോടുള്ള കർശനമായ പാലിക്കൽ എന്നിവ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. കാനഡ എല്ലാ വർഷവും ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുമ്പോൾ വ്യാജ കോളേജുകളുടെ വർധനവും വിസ ദുരുപയോഗവും ഗണ്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. പുതിയ വിസ നയങ്ങൾ ഈ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികൾ തൊഴിലേക്കുള്ള ഒരു പിൻവാതിലായി സ്റ്റഡി പെർമിറ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം യഥാർത്ഥ വിദ്യാഭ്യാസം നേടുന്നുവെന്ന് ഉറപ്പാക്കണം. കർശനമായ നിരീക്ഷണം നിലവിലുള്ളതിനാൽ സ്റ്റഡി പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്യുന്നത് ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും.